ഇന്നൊരു ഹെൽത്തി റെസിപ്പി കണ്ടാലോ? റാഗി സേമിയാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. റാഗി സേമിയം കൊണ്ട് ഉപ്പുമാവാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. ഉപ്പുമാവ് മാത്രമല്ല, റാഗി സേമിയം കൊണ്ട് പുട്ടും ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ ഇന്ന് ഉണ്ടാക്കുന്നത് ഉപ്പുമാവാണ്. ഒരാൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഉപ്പുമാവ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള സേമിയാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. ഇനി അത് ഒന്ന് കുതിർത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് പച്ചവെള്ളമാണ് ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. ഇനി അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. ഉപ്പ് ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ആ ഉപ്പൊന്ന് വെള്ളത്തിൽ അലിയുന്നത് വരെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന റാഗി ഒന്ന് കുതിർത്ത് വെക്കണം. ഒരു 4 മിനിറ്റാണ് ഞാനിവിടെ കുതിർത്ത് വെക്കുന്നത്. ഓരോ റാഗി സേമിയത്തിൻ്റെ പാക്കറ്റിൻ്റെ മുകളിലും ഉണ്ടാവും കേട്ടോ എത്ര മിനിറ്റ് കുതിർക്കണം എന്നുള്ളത്. ചിലത് 2 മിനിറ്റും 3 മിനിറ്റും ഒക്കെ ആയിരിക്കും. ഞാൻ വാങ്ങിയതിന് 4 മിനിറ്റാണ്. അപ്പോൾ ഞാനൊന്ന് കുതിർത്ത് വെക്കുന്നുണ്ട്. ഒന്ന് വെള്ളത്തിൻ്റെ അടിയിലേക്കൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ വെള്ളത്തിൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ സേമിയത്തിൻ്റെ മുകളിലായിട്ട് നിൽക്കുന്ന രീതിക്കാണ് വേണ്ടത്. അപ്പോൾ ഇനി ഉപ്പുമാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉള്ളി, ക്യാരറ്റ്, ക്യാപ്സിക്കം, ഇഞ്ചിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇഷ്ടപ്പെട്ട എല്ലാ പച്ചക്കറികളും എടുക്കാം. അപ്പോൾ ഇതാ വെള്ളത്തിൽ നിന്ന് ഞാനൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. കുതിർന്ന് വന്നത് ഞാനൊന്ന് ഊറ്റി വെച്ചിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ക്യാരറ്റും ക്യാപ്സിക്കവും എന്തൊക്കെ പച്ചക്കറികൾ ഉണ്ടാക്കി ഒന്ന് ചെറുതാക്കി ഒന്ന് അരിഞ്ഞെടുക്കണം. അതിനുശേഷം ഞാനിതാ ഈ റാഗി ഒന്ന് ആവി കയറ്റി എടുക്കാൻ പോവുകയാണ്. ഞാനിത് പുട്ടുംകുറ്റിയിലിട്ടാണ് ആവി കയറ്റുന്നത്. കുറച്ചല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാനിത് പുട്ടുംകുറ്റിയിലിട്ട് ആവി കയറ്റിയത്. ആരും ഇങ്ങനെ ചെയ്യരുത്. ഇങ്ങനെ ചെയ്യുമ്പോൾ പുട്ടിൻ്റെ ഷേപ്പിലായിരിക്കും അത് വന്ന് കിടക്കുക. അപ്പോൾ അത് വിടർത്തി മാറ്റാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഈ ഇഡ്ഡലി തട്ടിൻ്റെ ചെറിയ ഓട്ട പാത്രത്തിൽ വെച്ചിട്ട് ആണ് ആവി കയറ്റിയെടുക്കേണ്ടത്. അങ്ങനെയാകുമ്പോൾ പെട്ടെന്ന് തന്നെ അത് വിട്ട് നിൽക്കും. ഇങ്ങനെ ചെയ്യുമ്പോൾ അതങ്ങനെ വിട്ട് കിട്ടില്ല. പിന്നെ നമ്മൾ ഇങ്ങനെ വിടർത്തിയെടുക്കാൻ കുറച്ച് പാടാണ്. അല്ലാണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതാ ഇനി ഉപ്പുമാവ് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട്. പാത്രം നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയ്ക്ക് പകരം നെയ്യും ചേർത്ത് കൊടുക്കുക. ഇവിടെ മക്കൾക്ക് വെളിച്ചെണ്ണയിലാക്കുന്നതാണ് ഇഷ്ടം. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കടുകൊന്ന് പൊട്ടി വരുമ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന എല്ലാ പച്ചക്കറികളും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ ചെറിയ കഷ്ണങ്ങളാകുമ്പം പെട്ടെന്നൊന്ന് വെന്ത് കിട്ടും. നമ്മൾ സാധാരണ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന പോലെ ഇതിൽ വെള്ളം ഇനി ചേർക്കില്ല. അപ്പോൾ അതാ ഉള്ളിയും ക്യാരറ്റൊക്കെ ഒന്നിനി വഴറ്റിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ ആദ്യം റാഗി കുതിർത്ത് വെച്ചത് ഉപ്പിട്ട വെള്ളത്തിലാണ്. അപ്പോൾ ഉപ്പ് ചേർക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഉള്ളിയും ക്യാരറ്റൊക്കെ ഒന്ന് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ചെറുതാക്കി അരിയുമ്പോൾ പെട്ടെന്നൊന്ന് സോഫ്റ്റായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ ഇപ്പം നന്നായിട്ടൊന്ന് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആവി കയറ്റി വെച്ചിരിക്കുന്ന സേമിയ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ സേമിയ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അത്ര മാത്രമേ ചെയ്യാനുള്ളൂ. ഉപ്പുമാവ് റെഡിയായിട്ടുണ്ട്. വേറെ ഒന്നും ഇതിൽ ചെയ്യാനില്ല. പിന്നെ എന്താണെന്ന് വെച്ചാൽ പുട്ടുംകുറ്റിയിലിട്ട് ആവി കയറ്റിയോണ്ട് തന്നെ അതൊന്ന് കുറച്ച് വിട്ട് ഇതാക്കി വരാൻ കുറച്ചൊരു പാടുണ്ട്. മറ്റേ പോലെ നമ്മൾ ഇഡ്ഡലി തട്ടിലിട്ട് ചെയ്യുമ്പോഴാണെങ്കിൽ പെട്ടെന്ന് എളുപ്പത്തിൽ തന്നെ വേഗം അത് വിട്ട് കിട്ടും. അപ്പോൾ അതാ വിട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷേ കുറച്ചൊന്ന് പണിയെടുക്കണം. അതൊന്ന് വിട്ട് വരുന്നത് വരെ ഒരു പണിയാണ്. അതിലും നല്ലത് ഇഡ്ഡലി തട്ടിലിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടെ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. ഹെൽത്തിയും ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ.